നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘ്യതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസജാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പറയിപെറ്റ പന്തിരുകുലത്തിൽ നടന്നൊരു കഥയാണ്. അറിയാമല്ലോ, നമ്മുടെ വരരുചിയുടെ മക്കളാണ് ഈ 12 പേരും. അതിൽ ഇവർക്കാർക്കും പരസ്പരം അറിഞ്ഞുകൂടാ. കാരണം എല്ലാവരും ഓരോരോ സ്ഥലത്ത് ഓരോരുത്തരെ എടുത്ത് വളർത്തി ഓരോ ഗൃഹത്തിലെയായി. അപ്പോൾ ഇതാരാ എന്താണെന്നൊന്നും ഇവർക്കാർക്കും അറിയില്ല. പക്ഷേ അറിയാവുന്ന അവസാനം ഇവരെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി തന്നെ അച്ഛൻ്റെ വരരുചി മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ശ്രാദ്ധം നടത്തുമായിരുന്നു. അത് മേളത്തോഴ അഗ്നിഹോത്രിയുടെ വീട്ടിലായിരുന്നു, മൂത്തയാളുടെ വീട്ടിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതുകൊട്ടെ ഇപ്പം പറയാൻ പോകുന്നത് നമ്മുടെ നാറാണത്ത് പ്രാന്തൻ്റെ കാര്യം കേൾക്കാതെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ? മലയിലേക്ക് കല്ലെല്ലാം ഉരുട്ടി കയറ്റിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് താഴേക്ക് ഉരുട്ടുകയും കൈകൂട്ടുകയും ഒക്കെ ചെയ്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാറാണത്ത് പ്രാന്തൻ. ഒരു ദിവസം നാറാണത്ത് പ്രാന്തൻ ഇങ്ങനെ നടന്നു പോകുമ്പോഴുണ്ടല്ലോ, അദ്ദേഹം എപ്പോഴും നടന്നേ പോകാറുള്ളല്ലോ, ആ കാലമല്ലേ. അന്നേരം ഉണ്ട് ഒരു പല്ലക്കിൽ അമാലന്മാരിങ്ങനെ ചുമന്നുകൊണ്ട് വരുന്നു. ഉടനെ തന്നെ ഇദ്ദേഹം നിർത്താൻ പറഞ്ഞു പല്ലക്ക്. എന്നിട്ട് പറഞ്ഞു, ആരാ അതിൻ്റെ അകത്തിരിക്കുന്ന ആളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഉടനെ തന്നെ അമാലന്മാർ ഇത് കേട്ടതോടുകൂടി അകത്തിരുന്ന പെൺകുട്ടി ഇറങ്ങി വന്നു. അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് ഇറങ്ങി വന്നത്. അപ്പം പറഞ്ഞു, ആഹാ. നമ്മൾ നാറാണത്ത് ചോദിച്ചു, ആഹാ നിങ്ങളാണോ ഇതിലോ? ഞാനോർത്ത് പോലെ വയ്യാത്ത വല്ലവരുമൊക്കെ ആയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇത്രയും ആരോഗ്യമൊക്കെ ഉള്ള ഇതുപോലെ ചെറുപ്പമുള്ള നിങ്ങൾ ഇവരെയും കൊണ്ട് ചുമപ്പിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മൾ നടക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നടക്കുക, അല്ലാതെ മറ്റുള്ള മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ ഇവർ പറഞ്ഞു, ശരിയാണ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവരെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. ഇവരെ ഇറങ്ങി നടന്നപ്പം അന്നേരം ഉടനെ നാറാണത്ത് വീണ്ടും ചോദിച്ചു, എന്തായാലും അവരിവിടെ ഇവരെ കൊണ്ടുവന്നതല്ലേ, അവർക്ക് കൂലി കൊടുത്തോ എന്ന് ചോദിച്ചു. അയ്യോ ഞാൻ മറന്നുപോയി എന്നും പറഞ്ഞ് കൂലിയും കൊടുത്തു വിട്ടു. ഇവർ പരസ്പരം പരിചയപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഉടനെ തന്നെ ഇത് എന്തിനാ ഇങ്ങനെ വന്നേ, അമാലന്മാരെ കൊണ്ട് ചോദിപ്പിച്ചെന്ന് ഈ കുട്ടി പറഞ്ഞു കൊടുത്തേ. അതെ, വേറെ ആരും സഹായമൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആൾക്കാരുടെയൊക്കെ ഉപദ്രവം ഉണ്ടാകും. ആരും സഹായിക്കാനില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോരുന്നത്, അതുകൊണ്ടാണ് അമാലന്മാരെ കൊണ്ട് ഈ പല്ലക്കിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു, അനിയത്തി ഒട്ടും വിഷമിക്കണ്ട. അനിയത്തി എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാലുണ്ടല്ലോ, ആ സമയത്ത് എന്നെ വിളിച്ചാൽ മതി, നാറാണത്തേട്ടാന്ന് ഒരൊറ്റ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തും എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ തന്നെ ഈ കുട്ടി പറഞ്ഞു, ആയിക്കോട്ടെ ജ്യേഷ്ഠ, ഞാൻ വിളിച്ചോളാം. പിന്നെ പലപ്പോഴും ഒരു വഴിക്കൊക്കെ വെച്ച് ഭയങ്കര ഒരു സ്നേഹം ഇവരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി കേട്ടോ. ഇവരാരാന്ന് രണ്ടുപേർക്കും അറിയാൻ പാടില്ല. നമ്മൾ പറയില്ലേ, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർന്ന്. കാരണം ആരും പറഞ്ഞില്ലെങ്കിലും ചോരയെ തിരിച്ചറിയും. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അപ്പോൾ ഈ നാറാണത്ത് പറഞ്ഞ അന്ന് മുതൽ ഈ കുട്ടി പല്ലക്കിലൊന്നും പോകാറില്ല, നടന്നാ പോകുന്നത്. ഒരു ദിവസം ദാസികളോ ആരും ഇല്ലാതെ ഈ കുട്ടി തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് ആ നാട്ടിലെ കുപ്രസിദ്ധനായൊരു ചെട്ടിയാരുണ്ടായിരുന്നു. അദ്ദേഹം വേഗം ഇതിനെ തടഞ്ഞു നിർത്തി. എങ്ങോട്ടാണ് പോകണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോവാ എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ പോകണ്ട, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പലരും നിൽപ്പുണ്ട്. പക്ഷേ ഈ ചെട്ടിയാരെ എതിരിടാനായിട്ട് ആർക്കും ധൈര്യമില്ല. കാരണം അങ്ങനെ ഒരാളാണ്. ഉടനെ തന്നെ ഈ കുട്ടി ഇങ്ങനെ അന്നേരം ഈ കൊച്ചു വിഷമിച്ചു. എന്നാലും പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കുക, എനിക്കെൻ്റെ വീട്ടിൽ പോകണം. ഈ വഴിയെ നടക്കുന്നവരോട് മെക്കിട്ട് കയറേണ്ട കാര്യം എന്താണെന്ന് ഇയാൾ ചോദിച്ചു. അത് ഞാനിപ്പം പറഞ്ഞു തരാം എന്നും പറഞ്ഞിട്ട് വേഗം പറഞ്ഞു, ഇങ്ങോട്ട് വാടി, നിന്നെ കൊണ്ടുപോയിട്ടേ എന്നുള്ളൂ വീട്ടിലേക്ക് എന്നും പറഞ്ഞിട്ട് കയ്യിൽ കയറി പിടിച്ചു. അന്നേരത്തേക്കും മനസ്സിലായി, ആപ്പാടെ വിശകാന്ന് മനസ്സിലായി. കാരണം കണ്ടു നിൽക്കുന്നവരാരും സഹായിക്കാനില്ല. ഇയാൾ പ്രബലനാണ് താനും, അത് തന്നെയല്ല ബലിഷ്ഠനുമാണ്. ഉടനെ തന്നെ ഈ കുട്ടി ഒരൊറ്റ വിളി വെച്ച്, ജ്യേഷ്ഠാ നാറാണത്തേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വിളി. എവിടെ നിന്നറിയാൻ മേല നമ്മുടെ നാറാണത്തവിടെ ഓടിയെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ അവസ്ഥ ഉണ്ടല്ലോ, ഇതൊക്കെ ഇയാൾക്കിട്ട് ആദ്യം തന്നെ ഒരൊറ്റ എണ്ണം അങ്ങോട്ട് കൊടുത്തു. നമ്മുടെ ചെട്ടിയാർ താഴെ വീണു. കാരണം അത്ര കഴിവുള്ള ആളാണ് നമ്മുടെ നാറാണത്തെ.
കൂടുതൽ നാരായണത്തിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, ഒത്തിരി കഥകളുണ്ട് അദ്ദേഹത്തിൻ്റെ. അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വല്ലപ്പോഴുമൊക്കെ കേൾക്കാം. എന്നിട്ട് വേഗം നമ്മുടെ ഈ ചെട്ടിയാരോട് പറഞ്ഞേ, മേലിൽ ഇയാൾ തലയിറങ്ങി താഴെ വീണു, എഴുന്നേക്കാൻ വരാം. ആ പ്രകാരത്തിലായി ചെട്ടിയാർക്ക് ഒരൊറ്റ എണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി മേലിൽ ഇവളോടല്ല ഒരു പെൺകുട്ടിയോട് പോലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കില്ല. നാരായണത്താ പറയണേ. ഇപ്പം പൊക്കോന്നും പറഞ്ഞിട്ട് ഒരൊറ്റ എണ്ണം കൂടെ നമ്മുടെ മോഹൻലാലൊക്കെ ചിലപ്പം കാണിക്കണ കാണാൻ മേലെ മമ്മൂട്ടിയൊക്കെ ഒരൊറ്റ അടിയും കൊടുത്ത് ഒരു തള്ളും കൊടുത്ത് അങ്ങ് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും രണ്ടു വഴിക്കും പോയി. അതാണ് കാരയ്ക്കലമ്മയും നാരായണത്ത് ഭ്രാന്തനും സഹോദരങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ഒരു രംഗം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.